ജീവിതത്തിലെ ഈ കൊച്ചു തിരക്കുകൾക്കിടയിൽ നിന്ന് ഒന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കണം. ജീവിതത്തിന് സ്വയം ഒന്ന് ഹീലിംഗ് ചെയ്യാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ. ഇന്നത്തെ നമ്പർ വൺ കോടീശ്വരനായ എലോൺ മാർക്സ് നൽകിയ ഒരു സന്ദേശമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാറുണ്ട്, മാറി നിൽക്കാറുണ്ട്. അത് എൻ്റെ ചിന്തകളെ അനലൈസ് ചെയ്യാനും പുതുമകൾക്കും വേണ്ടിയാണ് എന്ന്. ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്, ഞാനൊരു പ്രത്യേക റൂമും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കും. പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടി, ഒന്നുകൂടി ചിറകുകൾക്ക് ശക്തി പകരാൻ വേണ്ടി, തൻ്റെ പല്ലുകൾക്കും നഖങ്ങൾക്കും മൂർച്ച കൂട്ടാൻ വേണ്ടി. ഹാരി പോട്ടർ ബുക്ക് എഴുതിയ ജെ.കെ. റോളിംഗ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ എഴുത്തുകൾക്കും ചിന്തകൾക്കും വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ മാറി നിൽക്കാറുണ്ട് എന്ന്. ഇതൊക്കെ എന്തിനാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന് ഒന്നുകൂടി പവർ നൽകാൻ. നമ്മളൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ, കാണാതായാൽ, ഒന്നില്ലെങ്കിൽ നമസ്കാര സമയത്താകും ഓർമ്മ വരിക, അല്ലെങ്കിൽ ബാത്റൂമിലുള്ള സമയത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മനസ്സ് ഏകാന്തമാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് പവർ കൂടും. പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനോട് ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങളിപ്പോൾ എഴുതാതെയായത് എന്ന്. അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, സമ്മേളനങ്ങൾ, അലസമായ ചർച്ചകൾ, വീമ്പു പറച്ചിലുകൾ, ബഹളങ്ങൾ, ആളുകൾ, ഇവയ്ക്കിടയിൽ ഞാൻ എഴുതാൻ മറന്നുപോയതാണ് എന്ന്. ചില തിരക്കുകളിൽ നിന്ന് ഞാനും സ്വയം മാറി നിൽക്കുകയാണ്. ഫഹദ് ഫാസിലിനെ ഓർമ്മയില്ലേ? ആദ്യം ഇറങ്ങിയ സിനിമ ഫ്ലോപ്പായപ്പോൾ എല്ലാവരും പറഞ്ഞുപോയി, ഫാസിലിൻ്റെ മകൻ എവിടെയും എത്തില്ല എന്ന്. ആ വാക്ക് കേട്ട് മാറി നിൽക്കാതെ ഫാസിൽ 2 വർഷം കാണാമറയത്തായിരുന്നു, ഏകാന്തതയുടെ പഠനമുറിയിൽ. പിന്നീട് ലോകം കണ്ടത് മികച്ചൊരു നടനെയാണ്. രാഹുൽ ഗാന്ധിയെയും പലരും അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഒരു യാത്ര കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന രാഹുൽ ഇന്ത്യ കണ്ട, ലോകം കണ്ട മികച്ച രാഷ്ട്രീയക്കാരനായി മാറി. ഏകാന്തതയിലൂടെയുള്ള പഠനം അത് മികച്ച മാറ്റങ്ങൾ വരുത്തും. പതുങ്ങി നിൽക്കുന്നത് പേടിച്ചല്ല, അതിശക്തമായ നിലയിൽ മുന്നോട്ട് ഗമിക്കാനാണ്. സമ്പൂർണമായ ഊർജം നേടി മുന്നോട്ട് കുതിക്കാനാണ്. കുറച്ച് സമയം നമുക്ക് കാത്തിരിക്കാം. വളർച്ചയുടെ, വിജയത്തിൻ്റെ നാൾ വഴികൾ കാണാനായി.